Hi everyone. In today's class, I am going to discuss about piezoelectric transducer. A piezoelectric transducer is a device that uses the piezoelectric effect to measure the changes in oscillation, pressure, strain, temperature or force by converting this energy into electrical charge. That is, നമ്മൾ ട്രാൻസ്ഡ്യൂസറും അതിൻ്റെ ക്ലാസിഫിക്കേഷൻസും ഒക്കെ നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. So a transducer എന്ന് പറഞ്ഞാൽ എന്താ? ട്രാൻസ്ഡ്യൂസർ ഈസ് എ ഡിവൈസ് വിച്ച് കൺവേർട്ട് നോൺ ഇലക്ട്രിക്കൽ സിഗ്നൽ ഇൻ ടു ഇലക്ട്രിക്കൽ സിഗ്നൽ. അതായത് ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റീസിനെ ഇലക്ട്രിക്കൽ സിഗ്നലായിട്ട് കൺവേർട്ട് ചെയ്യുന്ന ഡിവൈസാണ് ട്രാൻസ്ഡ്യൂസർ. സോ ഒരു പീസോ ഇലക്ട്രിക് ട്രാൻസ്ഡ്യൂസർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പീസോ ഇലക്ട്രിക് എഫക്റ്റ് ഉപയോഗിച്ചിട്ട് നോൺ ഇലക്ട്രിക്കൽ ക്വാണ്ടിറ്റി ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് ലൈക്ക് ഓഫ് പ്രഷർ, ഫോഴ്സ്, ആസിലേഷൻ, സ്ട്രെയിൻ അതിനൊക്കെ ഇലക്ട്രിക്കൽ സിഗ്നലായിട്ട് കൺവേർട്ട് ചെയ്യുന്ന ഡിവൈസാണ് ഏത് പീസോ ഇലക്ട്രിക് ട്രാൻസ്ഡ്യൂസർ. എന്നിട്ട് എന്ത് ചെയ്യാം, നമുക്ക് ഒരു മീറ്റർ, അനലോഗ് ഓർ ഡിജിറ്റൽ മീറ്റർ ഉപയോഗിച്ചിട്ട് ആ ഇലക്ട്രിക്കൽ സിഗ്നൽസിനെ മെഷർ ചെയ്യാൻ പറ്റും. സോ ദ പീസോ ട്രാൻസ്ഡ്യൂസർ കൺവേർട്ട് ദ ഫിസിക്കൽ ക്വാണ്ടിറ്റി ഇൻ ടു ഇലക്ട്രിക്കൽ വോൾട്ടേജ് വിച്ച് ഈസ് ഈസിലി മെഷേർഡ് ബൈ അനലോഗ് ആൻഡ് ഡിജിറ്റൽ മീറ്റർ. നെക്സ്റ്റ് പീസോ ഇലക്ട്രിക് എഫക്റ്റ്. സോ ഇതിൽ പീസോ ഇലക്ട്രിക് എന്ന് പറഞ്ഞ വേർഡ് ഡിറൈവ് ചെയ്തിരിക്കുന്നത് ഗ്രീക്ക് വേർഡ് എന്നാണ്. ഗ്രീക്ക് വേർഡ് പീസൺ എന്ന് പറഞ്ഞാൽ ഗ്രീക്ക് വേർഡ് എന്നാണ് പീസോ ഇലക്ട്രിക് എന്നുള്ള വേർഡ് ഡിറൈവ് ചെയ്യുന്നത്. ദ പീസൺ മീൻസ് ടു ക്യൂസ് ഓർ പ്രസ്. അതായത് ഈ പീസൺ എന്ന് പറഞ്ഞ വേർഡിൻ്റെ മീനിങ് സ്ക്യൂസ് അല്ലെങ്കിൽ പ്രസ് എന്നുള്ള അതാണ് അതിൻ്റെ അർത്ഥം. സോ അപ്പോൾ ആ ഒരു വാക്കിൽ നിന്നാണ് പീസോ ഇലക്ട്രിക് എന്നുള്ള വേർഡ് ഡിറൈവ് ചെയ്തത്. And the piezoelectric effect states that when mechanical stress or force are applied on quartz crystal, produce electrical charges on the quartz crystal surface. So quartz crystal പറയുന്നത് ഒരു പീസോ ഇലക്ട്രിക് മെറ്റീരിയലാണ്. ആ പീസോ ഇലക്ട്രിക് മെറ്റീരിയലിൽ നമ്മളൊരു മെക്കാനിക്കൽ സ്ട്രെസ് അപ്ലൈ ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കുന്നു വെച്ച് കഴിഞ്ഞാൽ ആ ക്വാർട്സ് ക്രിസ്റ്റൽ സർഫേസിൽ എന്താണ് ഒരു ചാർജ് ഉണ്ടാവും, ഇലക്ട്രിക്കൽ ചാർജസ് പ്രൊഡ്യൂസ് ചെയ്യും. സോ ഈ ഒരു എഫക്റ്റിനെയാണ് എന്ത് പറയുന്നത്, പീസോ ഇലക്ട്രിക് എഫക്റ്റ് എന്ന് പറയുന്നത്. ദ റേറ്റ് ഓഫ് ചാർജ് പ്രൊഡ്യൂസ്ഡ് വിൽ ബി പ്രൊപ്പോർഷണൽ ടു ദ റേറ്റ് ഓഫ് മെക്കാനിക്കൽ സ്ട്രെസ് അപ്ലൈഡ് ടു ഇറ്റ്. അതായത് അവിടെ പീസോ ഇലക്ട്രിക് മെറ്റീരിയലിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന ചാർജസ് എന്തിന് പ്രൊപ്പോർഷണൽ ആയിരിക്കും എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ക്വാർട്സ് ക്രിസ്റ്റലിൽ അപ്ലൈ ചെയ്ത ഫോഴ്സിന്, മെക്കാനിക്കൽ സ്ട്രെസ്സിന് പ്രൊപ്പോർഷണൽ ആയിട്ടുള്ള ഒരു ചാർജ് ആയിരിക്കും പ്രൊഡ്യൂസ് ചെയ്യുക. ഇപ്പോൾ നമ്മൾ സ്ട്രെസ് കൂടുതലാണെങ്കിൽ എന്താണ്, നമ്മൾ ഹയർ സ്ട്രെസ് കൂടുതലാണെങ്കിൽ എന്തായിരിക്കും, വോൾട്ടേജും കൂടുതലായിരിക്കും. ഹയർ വിൽ ബി സ്ട്രെസ്, ഹയർ വിൽ ബി ദ വോൾട്ടേജും കൂടുതലായിരിക്കും. ഇവിടെ നിങ്ങൾക്ക് കാണാം ഒരു പീസോ ഇലക്ട്രിക് മെറ്റീരിയൽ ഉണ്ട്. സോ ഈ പീസോ ഇലക്ട്രിക് മെറ്റീരിയൽ നമ്മളൊരു സ്ട്രെസ് അപ്ലൈ ചെയ്യാണ്. സോ സ്ട്രെസ് അപ്ലൈ ചെയ്യുന്ന സമയത്ത് എന്ത് സംഭവിക്കുന്നു വെച്ച് കഴിഞ്ഞാൽ ഇതിന് അക്രോസ് എന്താണ്, ഈ മെറ്റലിൻ്റെ സർഫേസിൽ ചാർജ് ഫോം ചെയ്യും, ഇലക്ട്രിക്കൽ ചാർജ് പ്രൊഡ്യൂസ് ചെയ്യും. ആ ചാർജിനെ ഉപയോഗിച്ചിട്ട് മെഷർ ചെയ്യും, ഒരു മീറ്റർ ഉപയോഗിച്ചിട്ട് നമുക്ക് ആ ചാർജസിനെ മെഷർ ചെയ്യാൻ പറ്റും. അപ്പം നമ്മൾ അപ്ലൈ ചെയ്ത സ്ട്രെസ്സിന് പ്രൊപ്പോർഷണൽ ആയിട്ടുള്ളൊരു ചാർജ് ആയിരിക്കും പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്, പീസോ ഇലക്ട്രിക് മെറ്റീരിയൽ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. സോ അത് നമുക്ക് ഉപയോഗിച്ചിട്ട് ഒരു മീറ്റർ ഉപയോഗിച്ചിട്ട് മെഷർ ചെയ്യാം ആ ചാർജ് എത്രയാണെന്നുള്ളത്. നെക്സ്റ്റ് ഇവിടെ നിങ്ങൾക്ക് കാണാം ഒരു പീസോ ക്രിസ്റ്റലാണ്. സോ ഈ പീസോ ക്രിസ്റ്റലിൽ നമ്മൾ എന്ത് ചെയ്യണം, ഒരു എക്സ്റ്റേണൽ ഫോഴ്സ് അപ്ലൈ ചെയ്യണം. അപ്പോൾ ദ റാൻഡം ഓറിയൻറ്റേഷൻ ഓഫ് പോളറൈസ്ഡ് ഡൊമൈൻ ചേഞ്ചസ് ഡ്യൂ ടു ദ ഫോഴ്സ്. ഇപ്പോൾ ഈ ഫോഴ്സ് നമ്മൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഈ റാൻഡം ഓറിയൻറ്റേഷൻ അതിൽ ചേഞ്ചസ് ഉണ്ടാവും. ദെൻ അത് ചെയ്യും ഒരു അലൈൻ അതായത് ഈ ഡൊമൈൻസ് അലൈൻഡ് ആയിരിക്കും. റാൻഡം ഓറിയൻറ്റേഷൻ എന്ന് മാറിയിട്ട് ഈ ഫോമിലേക്ക് ഇതിൻ്റെ ഡൈപോൾസിൻ്റെ അലൈൻ മാറും. സോ എന്താ സംഭവിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ആസ് ദ ഓറിയൻറ്റേഷൻ ഓഫ് ദ ഡൈപോൾ ഡൊമൈൻ ഈസ് നോ മോർ എൻറ്റർലി റാൻഡമൈസ്ഡ് ആയിരിക്കില്ല. ഇപ്പോൾ എന്തായിരിക്കും, അപ്പോൾ അതുകൊണ്ട് തന്നെ ദർ വിൽ ബി എൻ അൺഈവൺ ചാർജ് ഡിസ്ട്രിബ്യൂഷൻ ബിറ്റ്വീൻ ദ ടു ഫേസ് ഓഫ് ക്രിസ്റ്റൽ പീസസ്. ഒരു അൺഈവൺ ചാർജ് ഡിസ്ട്രിബ്യൂഷൻ ഉണ്ടാവും. ആസ് എ റിസൾട്ട് ഓഫ് ദർ വിൽ ബി എ ഇലക്ട്രിക്കൽ പൊട്ടൻഷ്യൽ ഡെവലപ്ഡ് അക്രോസ് ദിസ് ക്രിസ്റ്റലിന് അക്രോസ് ഒരു ഇലക്ട്രിക്കൽ പൊട്ടൻഷ്യൽ ഡെവലപ്പ് ചെയ്യും. നമ്മളൊരു ഫോഴ്സ് അപ്ലൈ ചെയ്തു. സോ ആ ഫോഴ്സ് അപ്ലൈ ചെയ്യുന്ന സമയത്ത്, എക്സ്റ്റേണൽ ഫോഴ്സ് അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഈ റാൻഡമായിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത പോളറൈസ്ഡ് ഡൊമൈൻസിൽ എന്താവും, ഒരു ഇതിലേക്ക് അലൈൻ ചെയ്യും, അതിൽ ചേഞ്ചസ് ഉണ്ടാവും. ദെൻ ഫൈനലി ഇവിടെ ഒരു ചാർജ് പ്രൊഡ്യൂസ് ചെയ്യും. ആ ചാർജസിന് ഒരു ഇലക്ട്രിക്കൽ പൊട്ടൻഷ്യൽ, അതായത് ഒരു ഭാഗം പോസിറ്റീവ്, നെക്സ്റ്റ് ഫേസ് എന്ന് പറഞ്ഞാൽ നെഗറ്റീവ് ആയിരിക്കും. സോ അതിന് അക്രോസ് എന്തുണ്ടാവും, ഒരു
പൊട്ടൻഷ്യൽ ഡിഫറൻസ് ക്രിയേറ്റ് ചെയ്യും. ഈ ഒരു എഫക്റ്റിനെയാണ് എന്ത് പറയുന്നത്, പീസോ ഇലക്ട്രിക് എഫക്റ്റ് എന്ന് പറയുന്നത്. സോ ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും ഒരു കോഡ്സ് പീസോ ഇലക്ട്രിക് മെറ്റീരിയലാണ്. അതിൽ നമ്മൾ സ്ട്രെസ് ഒന്നും അപ്ലൈ ചെയ്തില്ല. സ്ട്രെസ് ഒന്നും അപ്ലൈ ചെയ്യാതെ കൊണ്ട് തന്നെ എന്താണ് ഒരു ചാർജസും അതിൽ ഇൻഡ്യൂസ് ചെയ്തിട്ടില്ല. ഇനി ഇവിടെ എന്താണ് ഒരു കംപ്രസീവ് സ്ട്രെസ് അപ്ലൈ ചെയ്തു. കംപ്രസീവ് സ്ട്രെസ് അപ്ലൈ ചെയ്തപ്പോൾ എന്താണ് ചാർജ് ഫോം ചെയ്തു, പോസിറ്റീവ് നെഗറ്റീവ് പൊളാരിറ്റി ഡെവലപ്പ് ചെയ്തു. സോ എന്താണ് ഒരു ചാർജ് ഇൻഡ്യൂസ്ഡ് ആയി. ഇനി ടെൻസൈൽ സ്ട്രെസ് ആണെങ്കിൽ ഇൻഡ്യൂസ് ചെയ്യുന്ന ചാർജ് എന്താവും, ഓപ്പോസിറ്റ് ഡയറക്ഷൻ, അതിൻ്റെ പൊളാരിറ്റി മാറും. അപ്പം ദ മാഗ്നിറ്റ്യൂഡ് ആൻഡ് പൊളാരിറ്റി ഓഫ് ദി ഇൻഡ്യൂസ്ഡ് ചാർജ് ഓൺ ദ സർഫേസ് ആർ പ്രൊപ്പോർഷണൽ ടു ദി മാഗ്നിറ്റ്യൂഡ് ആൻഡ് ഡയറക്ഷൻ ഓഫ് ദ അപ്ലൈഡ് ഫോഴ്സ്. അതായത് നമ്മൾ അപ്ലൈ ചെയ്യുന്ന ഫോഴ്സിൻ്റെ മാഗ്നിറ്റ്യൂഡിനെയും ഡയറക്ഷനെയും ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കും അവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഇലക്ട്രിക്കൽ ചാർജസിൻ്റെ മാഗ്നിറ്റ്യൂഡും പൊളാരിറ്റിയും. ഇപ്പം കംപ്രസീവ് സ്ട്രെസ് അപ്ലൈ ചെയ്ത സമയത്ത് അവിടെ പ്രൊഡ്യൂസ് ചെയ്ത പൊളാരിറ്റിയും അതുപോലെ തന്നെ അതിൻ്റെ മാഗ്നിറ്റ്യൂഡും എന്തിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നു വെച്ച് കഴിഞ്ഞാൽ ഈ സ്ട്രെസ്സിൻ്റെ ഡയറക്ഷൻ. അതായത് കംപ്രസീവ് നമുക്കറിയാം ഇത് കംപ്രസീവ് സ്ട്രെസ്സാണ്. അതേപോലെ അത് സ്ട്രെസ്സിൻ്റെ മാഗ്നിറ്റ്യൂഡ് എത്രത്തോളം മാഗ്നിറ്റ്യൂഡ് ഉണ്ട് ആ സ്ട്രെസ്സിൽ നിന്നുള്ള അതിനെ ഡിപ്പെൻഡ് ചെയ്തായിരിക്കും ഇതിൻ്റെ ഇലക്ട്രിക്കൽ വോൾട്ടേജ്, അവിടെ പ്രൊഡ്യൂസ് ചെയ്ത ഇലക്ട്രിക്കൽ വോൾട്ടേജിൻ്റെ പൊളാരിറ്റിയും അതേപോലെ അതിൻ്റെ മാഗ്നിറ്റ്യൂഡും. ആൻഡ് ദ പൊളാരിറ്റി ഓഫ് ഇൻഡ്യൂസ്ഡ് ചാർജ് ഡിപ്പെൻഡ് അപ്പോൺ ദ ഡയറക്ഷൻ ഓഫ് അപ്ലൈഡ് ഫോഴ്സ്. ഇപ്പോൾ ഇവിടെയുള്ള പൊളാരിറ്റി അല്ല ഇവിടെയുള്ള പൊളാരിറ്റി, രണ്ടും തമ്മിൽ ഡിഫറൻസ് ഉണ്ട്. സോ ഇവിടെ കംപ്രസീവ് സ്ട്രെസ് ആണ്, ഇവിടെ എന്താണ് ടെൻസൈൽ സ്ട്രെസ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാം ദ ചാർജ് ഈസ് ഗിവൺ ബൈ ക്യൂ ഈസ് ഈക്വൽ ടു, അവിടെ ഡെവലപ്പ് ചെയ്ത ചാർജ് ക്യൂ ഈസ് ഈക്വൽ ടു ഡി ഇൻ ടു എഫ്, വെർ ഡി ഈസ് ദ ചാർജ് സെൻസിറ്റിവിറ്റി ഓഫ് ക്രിസ്റ്റൽ ആൻഡ് എഫ് ഈസ് എ അപ്ലൈഡ് ഫോഴ്സ്. നെക്സ്റ്റ് ടൈപ്സ് ഓഫ് പീസോ ഇലക്ട്രിക് മെറ്റീരിയൽ. അത് നാച്ചുറലി അവൈലബിൾസ് ഉണ്ട്, അതേപോലെ ആർട്ടിഫിഷ്യലി നമ്മൾ മാനുഫാക്ചർ ചെയ്യുന്ന പീസോ ഇലക്ട്രിക് മെറ്റീരിയൽസ് ഉണ്ട്. കോഡ്സ്, റോഷലൈ സോൾട്ട്സ്, ടോപ്പാസ് ഇതൊക്കെ എന്താ നാച്ചുറലി അവൈലബിൾ ആയിട്ടുള്ള പീസോ ഇലക്ട്രിക് മെറ്റീരിയലാണ്. അതേപോലെ ഓർഗാനിക് സബ്സ്റ്റൻസ് ലൈക്ക് സിൽക്ക്, വുഡ്, അനാമൽ, ബോൺ, ഹെയർ, റബ്ബർ ഇതൊക്കെ ഏതാണ് നാച്ചുറലി അവൈലബിൾ ആയിട്ടുള്ള പീസോ ഇലക്ട്രിക് മെറ്റീരിയൽസ് ആണ്. അതേപോലെ ആർട്ടിഫിഷ്യലി മാനുഫാക്ചർ ചെയ്യുന്ന പീസോ ഇലക്ട്രിക് മെറ്റീരിയൽസും ഉണ്ട്. പോളിവിനിലൈഡൈൻ ഡൈഫ്ലൂറൈഡ്, ബേറിയം ടൈറ്റാനേറ്റ്, ലെഡ് ടൈറ്റാനേറ്റ് ഇതൊക്കെ എന്താണ് ആർട്ടിഫിഷ്യലി മാനുഫാക്ചർ ചെയ്യുന്ന പീസോ ഇലക്ട്രിക് മെറ്റീരിയൽസ് ആണ്. നെക്സ്റ്റ് ആപ്ലിക്കേഷൻസ് ഓഫ് പീസോ ഇലക്ട്രിക് ട്രാൻസ്ഡ്യൂസർ. It is used in microphones, speaker for converting electrical signals into sound. Electrical signalsനെ സൗണ്ട് ആയി കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് മൈക്രോഫോൺസിലും അതേപോലെ സ്പീക്കേഴ്സിലൊക്കെ പീസോ ഇലക്ട്രിക് ട്രാൻസ്ഡ്യൂസർ ഉപയോഗിച്ച് കൺവേർട്ട് ചെയ്യാം. അതുപോലെ തന്നെ പീസോ ഇലക്ട്രിക് മെറ്റീരിയൽ ഉപയോഗിച്ചിട്ട് ഇലക്ട്രിക്കൽ ലൈറ്റർ, അതായത് നമ്മൾ ഇലക്ട്രിക്കൽ ലൈറ്റർ വർക്ക് ചെയ്യുന്നത് ഏത് പ്രിൻസിപ്പിളാണ്, പീസോ ഇലക്ട്രിക് മെറ്റീരിയലാണ്. അതിലൊരു ഫോഴ്സ് അപ്ലൈ ചെയ്യുന്ന സമയത്ത് എന്താണ് ഒരു ഇലക്ട്രിക്കൽ സിഗ്നൽ ക്രിയേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതേപോലെ ഇപ്പം ജിമ്മിലൊക്കെ നമ്മൾ ഓടുന്ന മെഷീൻ, ഇപ്പോൾ ത്രെഡ്മില്ലാണെങ്കിൽ ആ മെഷീനിൽ നമ്മൾ ഒരു പീസോ ഇലക്ട്രിക് ക്രിസ്റ്റൽ പ്ലേസ് ചെയ്യുകയാണെങ്കിൽ എന്താണ് നമ്മൾ അവിടെ ഉണ്ടാകുന്ന വൈബ്രേഷൻസ് കൊണ്ട് എന്തിന് കാരണമാകും, ഒരു ഇലക്ട്രിക്കൽ ചാർജസ് പ്രൊഡ്യൂസ് ചെയ്യും. ആ ഇലക്ട്രിക്കൽ ചാർജസിനെ എന്ത് ചെയ്യാം, സ്റ്റോർ ചെയ്തിട്ട് നമുക്ക് പിന്നെ വേറെ എന്തെങ്കിലും പവർ എക്യുപ്മെൻറ്റിനെ പവർ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് അത് യൂസ് ചെയ്യാം. അതേപോലെ എന്താണ് പിന്നെ ഇപ്പം ഓഫീസിലൊക്കെ ചെയേഴ്സ്, നമ്മൾ വർക്ക് ചെയ്യുന്ന സ്ഥലത്ത് നമ്മളെ ചെയേഴ്സിൻ്റെ അടിയിൽ എന്താണ് പീസോ ഇലക്ട്രിക് മെറ്റീരിയൽ പ്ലേസ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ അപ്ലൈ ചെയ്യുന്ന ആ ഫോഴ്സ് കൊണ്ട് അവിടെ എന്താവും ഒരു ചാർജ് ക്രിയേറ്റ് ആവും. ആ ചാർജിനെ നമുക്ക് സ്റ്റോർ ചെയ്തിട്ട് നമുക്ക് പിന്നെ യൂസ് ചെയ്യാം. നെക്സ്റ്റ് ഇപ്പം ഈ ഡാൻസിങ് ക്ലബിലൊക്കെ, അതായത് ഡാൻസിങ് ക്ലബിലൊക്കെ നമുക്കിപ്പം ആ ഫ്ലോർ മാറ്റിൻ്റെ അടിയിലോ അല്ലെങ്കിൽ ടൈൽസിൻ്റെ അടിയിലോ എന്തിനു പ്ലേസ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ സീരീസ് ഓഫ് ക്രിസ്റ്റൽ ക്യാൻ ബി ലൈഡ് ബിലോ ദ ഫ്ലോർ മേറ്റ്സ്, ടൈൽസ് അല്ലെങ്കിൽ കാർപ്പറ്റ്സ്. ഇതിനിടയിൽ നമുക്ക് എന്ത് പ്ലേസ് ചെയ്യാം, ഈ ക്രിസ്റ്റൽസ് പ്ലേസ് ചെയ്യാം, പീസോ ഇലക്ട്രിക് ക്രിസ്റ്റൽസ് പ്ലേസ് ചെയ്യാം. സോ അപ്പോൾ എന്താ സംഭവിക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ ഫുഡ് സ്റ്റെപ്പിലും എന്താണ് ഒരു ഇലക്ട്രിക്കൽ എനർജി പ്രൊഡ്യൂസ് ചെയ്യും, ഒരു ഇലക്ട്രിക്കൽ പൊട്ടൻഷ്യൽ പ്രൊഡ്യൂസ് ചെയ്യും. ആ ഇലക്ട്രിക്കൽ പൊട്ടൻഷ്യൽ പ്രൊഡ്യൂസ് ചെയ്യുന്നപ്പോൾ ഒരുപാട് പേരുണ്ടെങ്കിൽ എന്താണ് ആ പ്രൊഡ്യൂസ് ചെയ്യുന്ന വോൾട്ടേജ് വളരെ കൂടുതലായിരിക്കും. സോ ആ വോൾട്ടേജ് ഉപയോഗിച്ചിട്ട് തന്നെ വേണ്ടിയെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ആ അവിടുത്തെ ഡാൻസ് ക്ലബിലെ എക്യുപ്മെൻറ്റ് പവർ ചെയ്യാൻ പറ്റും. അതായത് നൈറ്റ് ക്ലബ്സിലൊക്കെ എക്യുപ്മെൻറ്റ് പവർ ചെയ്യാൻ വേണ്ടിയിട്ട് അത് ഉപയോഗിച്ചിട്ട് തന്നെ നമുക്ക് പവർ ചെയ്യാൻ പറ്റും. സോ ദീസ് ആർ ദ സം ആപ്ലിക്കേഷൻസ് ഓഫ് പീസോ ഇലക്ട്രിക് ട്രാൻസ്ഡ്യൂസർ. നെക്സ്റ്റ് advantages and disadvantages.
സോ അഡ്വാൻറ്റേജസിൽ എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ദീസ് ആർ ആക്റ്റീവ് ട്രാൻസ്ഡ്യൂസർ. നമുക്കറിയാം ആക്റ്റീവ് ട്രാൻസ്ഡ്യൂസർ എന്ന് പറഞ്ഞാൽ എന്താണ്? സെൽഫ് ജനറേറ്റിംഗ് ട്രാൻസ്ഡ്യൂസറിനെയാണ് ആക്റ്റീവ്. അതായത് എക്സ്റ്റേണലി നമ്മളൊരു സോഴ്സ് അപ്ലൈ ചെയ്യുന്നില്ല. ഇതിലിപ്പോൾ എന്താണ്? എക്സ്റ്റേണൽ സോഴ്സ് അപ്ലൈ ചെയ്യുന്നില്ല. ജസ്റ്റ് ഫോഴ്സോ മെക്കാനിക്കൽ സ്ട്രെസ് നമ്മൾ ഏതിൽ അപ്ലൈ ചെയ്യാണ്? പീസോ ഇലക്ട്രിക് മെറ്റീരിയൽ അപ്ലൈ ചെയ്യാണ്. സോ ആ മെറ്റീരിയൽ അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഒരു ഇലക്ട്രിക്കൽ വോൾട്ടേജ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. സോ എക്സ്റ്റേണലി ഒരു പവർ സോഴ്സ് ഇതിലേക്ക് അപ്ലൈ ചെയ്യുന്നില്ല. അതുകൊണ്ട് തന്നെ ഇത് ആക്റ്റീവ് ട്രാൻസ്ഡ്യൂസർ ആൻഡ് ദേ ഡോണ്ട് റിക്വയർ എക്സ്റ്റേണൽ പവർ ഫോർ വർക്കിംഗ്. അപ്പോൾ എക്സ്റ്റേണൽ പവർ നമുക്കിതിൽ ആവശ്യമില്ല. ഈസി ടു ഹാൻഡിൽ ആൻഡ് യൂസേഴ്സ് ഇറ്റ് ഹാസ് എ സ്മോൾ ഡയമെൻഷൻസ്. അതായത് ചെറിയ ഡയമെൻഷനിലെ ഡിവൈസാണ്, സ്മോൾ ഡിവൈസാണ്. അതുകൊണ്ട് തന്നെ ഹാൻഡിൽ ചെയ്യാൻ ഈസി ആയിരിക്കും. അതേപോലെ തന്നെ ലോ മെയിൻ്റനൻസ് ആണ്, പൊല്യൂഷൻ ഫ്രീ ആണ്. പിന്നെ ഇറ്റ് ഹാസ് ഗുഡ് ഫ്രീക്വൻസി റെസ്പോൺസ് കൂടുതലാണ്. പിന്നെ അൺഅഫക്റ്റഡ് ബൈ എക്സ്റ്റേണൽ ഇലക്ട്രിക് മാഗ്നറ്റിക് ഫീൽഡിന് അഫക്റ്റ് ചെയ്യില്ല. ഇതൊക്കെയാണ് ഇതിൻ്റെ അഡ്വാൻറ്റേജസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഡിസ്അഡ്വാൻറ്റേജസ് എന്ന് പറയുന്നത് പീസോ ഇലക്ട്രിക് ട്രാൻസ്ഡ്യൂസർ ഈസ് യൂസ്ഡ് ഫോർ ഡൈനാമിക് മെഷർമെൻറ്റ് ഓൺലി. അതായത് സ്റ്റാറ്റിക് മെഷർമെൻറ്റ്സിന് നമുക്കിത് യൂസ് ചെയ്യാൻ പറ്റില്ല. ഡൈനാമിക് മെഷർമെൻറ്റ്സിന് മാത്രമേ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ, പീസോ ഇലക്ട്രിക് ട്രാൻസ്ഡ്യൂസേഴ്സ് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. അത് ചേഞ്ചസ് ഉണ്ടാവണം. ആൻഡ് ഇറ്റ് ഹാസ് ഹൈ ടെമ്പറേച്ചർ സെൻസിറ്റിവിറ്റി. ദാറ്റ് ഈസ് ഇപ്പോൾ എന്തെങ്കിലും ഒരു ടെമ്പറേച്ചറിൽ വേരിയേഷൻസ് വരുന്ന സമയത്ത് എന്തുണ്ടാവും? ഇത് പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യില്ല. ഹൈ ടെമ്പറേച്ചർ വളരെ കൂടുതലാണെങ്കിൽ പീസോ ക്രിസ്റ്റൽ മെറ്റീരിയൽ പ്രോപ്പറായിട്ട് ഫങ്ഷൻ ചെയ്യില്ല. നെക്സ്റ്റ് സം ക്രിസ്റ്റൽസ് ആർ വാട്ടർ സോല്യൂബിൾ ആൻഡ് ഗെറ്റ് ഡിസോൾവ് ഇൻ ഹൈ ഹ്യൂമിഡ് എൻവയോൺമെൻറ്റ്. വാട്ടർ സോല്യൂബിൾ ആണ്. അപ്പം ചില ക്രിസ്റ്റൽ ഹൈ ഹ്യൂമിഡ് എൻവയോൺമെൻറ്റിൽ എന്ത് സംഭവിക്കും എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് വാട്ടറിൽ ഡിസോൾവ് ആയി പോകും. സോ അതൊരു ഡ്രോബാക്ക് ആണ് ഇതിൻ്റെ. ദ ഔട്ട്പുട്ട് ഈസ് ലോ, സം എക്സ്റ്റേണൽ സർക്യൂട്ട് ഈസ് അറ്റാച്ച് ടു ഇറ്റ്. അപ്പോൾ ഔട്ട്പുട്ട് ലോ ആയതുകൊണ്ട് അതിനെ ആംപ്ലിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കൊരു എക്സ്റ്റേണൽ സർക്യൂട്ട് ഇതിൽ കൂടെ വേണ്ടി വരും. എന്നാൽ മാത്രമേ നമുക്കതിന് വേറെ ആപ്ലിക്കേഷൻസൊക്കെ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. ആ വോൾട്ടേജസിന് വേറെ പല ആപ്ലിക്കേഷൻസിലും യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. അതേപോലെ നമ്മൾ ഓവറായിട്ട് സ്ട്രെസ് കൊടുക്കുകയാണെങ്കിൽ ക്രിസ്റ്റൽ ഈസ് പ്രോൺ ടു ക്രാക്ക് ഇഫ് വി ഓവർ സ്ട്രെസ്ഡ്. നമ്മൾ ഓവറായിട്ട് സ്ട്രെസ് കൊടുക്കുകയാണെങ്കിൽ അത് ക്രാക്ക് ചെയ്യാനുള്ള ചാൻസസ് കൂടുതലാണ്. സോ ദീസ് ആർ ദ അഡ്വാൻറ്റേജസ് ആൻഡ് ഡിസ്അഡ്വാൻറ്റേജസ് ഓഫ് പീസോ ഇലക്ട്രിക് മെറ്റീരിയൽ. So that's all for today. Thank you.